എല്ലാവർക്കും നമസ്തേ. അങ്ങനെ പഹൽഗാമിൽ 29 നിരപരാധികളെ പാകിസ്ഥാൻ അതിനിഷ്ഠൂരമായി കൊല ചെയ്തതിന് 16 ദിവസങ്ങൾക്ക് ശേഷം ഭാരതം ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ആ രാജ്യത്തിന്. ആ രാജ്യത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ചാണ് നമ്മുടെ സൈന്യം ആക്രമിച്ച് നശിപ്പിച്ചത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ജീവൻ പോലും പൊലിയാതെ, നമ്മുടെ ഒരു സൈനികന് പോലും ജീവൻ നഷ്ടപ്പെടാതെയുള്ള വളരെ കരുതിക്കൂട്ടി കണക്ക് കൂട്ടിയുള്ള ആക്രമണമാണ് ഭാരതം നടത്തിയത്. അതിന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകി എന്നുള്ളത് വളരെയേറെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. അതായത് രാത്രി 12 മണിയോടുകൂടിയാണ് ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇത് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ സന്നിഹിതനായിരുന്നു എന്നുള്ളത് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് എത്രമാത്രം രാജ്യസുരക്ഷയ്ക്ക് പ്രധാനമന്ത്രി ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുവരെ പല രാഷ്ട്രീയ പാർട്ടികളും കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. തീവ്രവാദികൾ ആക്രമണം നടത്തി ഇത്ര ദിവസമായി നിരപരാധികളെ കൊന്നിട്ട് ഇന്ത്യ പ്രതികരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിലുപരിയായി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് പറഞ്ഞത്, ഇത് തീവ്രവാദികൾ ഇങ്ങനെ ആക്രമണം നടത്തും എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്നിട്ടും ഇന്ത്യ അത് കാര്യമാക്കിയില്ല എന്ന് ദുഷിച്ച ഒരു ആരോപണം. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നമ്മുടെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ എന്ന ആ മനുഷ്യൻ ഇന്നലെ വളരെ നീചമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. ഇതിൽ പോലും പ്രതികരിക്കാൻ നമ്മുടെ ഭരണ നേതൃത്വം തയ്യാറായില്ല. ഇത്ര മോശമായ, നീചമായ, നിന്ദ്യമായ ഒരു ആരോപണം ഉയർത്തിയിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാതെ വളരെ സംയമനത്തോടു കൂടി തന്നെ ഇതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഭരണ നേതൃത്വവും വേണ്ട പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഭാരതീയർ ഏറെ അഭിമാനത്തോടു കൂടി തന്നെ മുന്നോട്ട് നോക്കേണ്ട കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഉള്ള ആക്രമണങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായ കാശ്മീരിൻ്റെ, അതായത് പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായ പാക് അധീന കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനു മുമ്പ് ആക്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നടന്ന ആക്രമണം അതിലുപരി പാകിസ്ഥാനിൽ കടന്നു കയറിയുള്ള ആക്രമണം തന്നെയാണ് നമ്മൾ നടത്തിയത്. അതായത് പാകിസ്ഥാൻ്റെ ഹൃദയമാണ് പഞ്ചാബ്. പാകിസ്ഥാനെ ഊട്ടി വളർത്തുന്ന പ്രദേശമാണ് പഞ്ചാബ്. പാകിസ്ഥാൻ്റെ സേനയാകട്ടെ, സൈനിക നേതാവാകട്ടെ, പാകിസ്ഥാൻ ഭരണാധികാരികളാകട്ടെ എല്ലാം പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അന്നും ഇന്നും പാകിസ്ഥാൻ്റെ പിറവി മുതൽ തന്നെ അവിടെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. അത്തരം ഒരു പ്രധാന കേന്ദ്രത്തിൽ, പാകിസ്ഥാൻ്റെ ഹൃദയത്തിൽ തന്നെ കയറി അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ മിസൈലിട്ട് അഗ്നിവർഷിച്ച് ദഹിപ്പിച്ച് കളയുക എന്ന ഒരു ശക്തമായ നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ പാകിസ്ഥാനും ലോകത്തിനും തന്നെ കൊടുക്കുന്നത് ഒരു ശക്തവും വ്യക്തവുമായ സൂചനയാണ്. അതായത് ഇനി ഭാരതം ഇത്തരം പാകിസ്ഥാൻ്റെ ദുഷ്ചെയ്തികളെ സഹിക്കില്ല, അതിനെ അംഗീകരിക്കില്ല. അത് നമ്മൾ പറയും, നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത് തന്നെ പരമാവധി ക്ഷമിക്കുക, സഹിക്കുക എന്നുള്ളതാണ്. ഇനി അത് ഞങ്ങൾ അങ്ങനെയുള്ള ആ ഒരു പോളിസിയുമായി മുന്നോട്ട് പോവുകയില്ല. ഇവിടെ കയറി ആക്രമിച്ചാൽ ഞങ്ങൾ ഏതറ്റം വരെയും കടന്ന് ഇതിനെ തക്കതായ മറുപടി നൽകും
എന്നുള്ള സൂചന തന്നെയാണ് ഭാരതത്തിൻ്റെ ധീരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ലോകത്തിന് തന്നെ നൽകിയിരിക്കുന്നത്. വ്യക്തമായ സന്ദേശമാണ് ലോകത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ അഭിമാനിക്കണം. അഭിമാനത്തോടുകൂടി സർക്കാരിൻ്റെ പിന്നിൽ നമ്മൾ ശക്തമായി അണിനിരക്കണം എന്നുള്ളത് വളരെയേറെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം. അത്തരം ഒരുപാട് സംഘടനകൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെയുണ്ട്. അവരെയൊക്കെ പ്രതിരോധിക്കാനും ഉള്ള ശ്രദ്ധ നമ്മൾ ഭാരതവാസികളായിട്ടുള്ള ദേശസ്നേഹികളായിട്ടുള്ളവർ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. വളരെ അടിയന്തിരമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. നമുക്ക് തന്നെ അറിയാം, ഈ പഹൽഗാം ഭീകരാക്രമണം അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ്. ആ പാകിസ്ഥാൻ സൈനിക മേധാവി ഒരു സൈനിക മേധാവിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഒരു മത നേതാവിനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിന് മദ്രസയിൽ നിന്ന് കിട്ടിയ ആ ഒരു വിദ്യാഭ്യാസം, അതായത് ജിഹാദ് എന്ന് പറയുന്ന ആ അതേ മാനസികാവസ്ഥയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതും സൈന്യത്തെ നിയന്ത്രിക്കുന്നതും. ആ ജിഹാദ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം അതാണ് അവിടുത്തെ സൈന്യത്തിന് കൊടുത്തിരിക്കുന്നത്. അവിശ്വാസികളായിട്ടുള്ള ഇന്ത്യയെ നശിപ്പിക്കുക, അവിശ്വാസികളായിട്ടുള്ള ഈ ഹിന്ദുക്കളെ ഇല്ലാതാക്കുക. അങ്ങനെ ചെയ്താൽ സ്വർഗത്ത് ഹൂറിമാരോടൊപ്പം മധ്യപ്പുഴയിൽ മതിച്ച് മതോന്മത്തരായി ഹൂറികളുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അദ്ദേഹം അവിടെയുള്ള ആ ഒരു ബോധമാണ് അവിടുത്തെ സൈനികർക്ക് തലച്ചോറിലേക്ക് ഇദ്ദേഹം കുത്തിവെച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള പദ്ധതി തന്നെയാണ്. അദ്ദേഹത്തിന് നമുക്കതിന് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത് ഒരു മതരാഷ്ട്രമാണ്. അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ചെയ്യുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ആ രാജ്യം തന്നെ രൂപീകരിക്കപ്പെട്ടത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹിന്ദുവും മുസ്ലിമും രണ്ട് രാജ്യങ്ങളാണ്, ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടാണ് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ ഭാരതത്തെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം ഉണ്ടാക്കിയത്. അപ്പോൾ ആ സൈന്യത്തിൻ്റെയും സൈനിക മേധാവിയുടെയും ആ ചിന്താഗതികളെ നമ്മൾക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം അവരുടെ ആ രാഷ്ട്രത്തിൻ്റെ നിലവിൽ വന്നത് തന്നെ ആ ഒരു ചിന്താധാര അനുസരിച്ചാണ്. എന്നാൽ നമ്മളതല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മുസൽമാനായാലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മറ്റേത് മതത്തിൽപ്പെട്ടതാകട്ടെ, ഈ ഭാരതം എന്ന് പറയുന്ന ഈ പവിത്രമായ ഈ മഹത്തായ രാജ്യത്തിൻ്റെ മക്കളാണ് ഇവരെല്ലാവരും. ഈ ഭാരതത്തിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം ഒരേപോലെയാണ്, ഒരേ ചോരയാണ്, ഭാരതീയരുടെ ചോര ഒന്നാണ് എന്നുള്ള ചിന്തയാണ് നമ്മൾ ഇന്ത്യക്കാർക്കുള്ളത്. പാകിസ്ഥാൻ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തരം ഈ ഒളിയുദ്ധങ്ങൾ ചെയ്യുന്നത്. ഈ ഭീകരാക്രമണം എന്നൊക്കെ പറയുന്നത് ഒളിയുദ്ധം തന്നെയാണ്. നേരിട്ട് അവർക്ക് ഭീരുക്കളാണ് ഒളിയുദ്ധങ്ങൾ ചെയ്യുന്നത്. നേരിട്ട് ആക്രമിച്ചാൽ അവർക്ക് വിജയം ഉണ്ടാവുകയില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് അവർ ഒളിയുദ്ധം ചെയ്ത് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുക. ഇപ്പോൾ തന്നെ അവർ പഹൽഗാമിൽ ചെയ്തത് എന്താണ്? അത്രയും വിനോദസഞ്ചാരികളെ തടഞ്ഞു നിർത്തി അവരുടെ മതം ഏതാണെന്ന് മനസ്സിലാക്കി മുസൽമാന്മാരെ, ഇസ്ലാമിക വിശ്വാസികളെ ഒഴിവാക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളെയും, അതിൽ ഒരു ക്രിസ്ത്യാനിയും കൊല്ലപ്പെട്ടു, അമുസ്ലിങ്ങളെയാണ് അവർ കൊന്നത്. അത് അവർ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാരതത്തിലെ ഹിന്ദുവും മുസൽമാനും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നതെന്ന് അവർക്കറിയാം. ഈ ഇന്ത്യയിലെ വളരെ ചുരുങ്ങിയ വിഭാഗം മുസൽമാന്മാരിൽ മാത്രമേ ഉള്ളൂ ഈ തീവ്രവാദം
അല്ലെ മത ഭീകരത ചിന്താഗതിയിലുള്ളൂ. അങ്ങനെ അവരെ തന്നെ ഈ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം അവരെ വളരാൻ അനുവദിക്കാതെ അകറ്റി നിർത്തി മുന്നോട്ട് ഇന്ത്യയുടെ ശക്തമായ ഒരു വളർച്ചയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ തകർക്കണമെങ്കിൽ ഈ രണ്ട് വിഭാഗത്തിൻ്റെ ഉള്ളിൽ പരസ്പരം സ്പർദ്ധയുണ്ടാക്കണമെങ്കിൽ ഇതേപോലെ മതത്തിൻ്റെ വിഭജനം ഉണ്ടാക്കണമെങ്കിൽ ഇത്തരം ഭീകരത, ഇത്തരം ക്രൂരത കാട്ടിയെങ്കിൽ മാത്രമേ കഴിയൂ എന്ന് ഈ പാകിസ്ഥാൻ സൈന്യത്തിന് അറിയാം. അതിനുവേണ്ടിയാണ് അവർ അവിടെ ഉള്ള വിനോദസഞ്ചാരികളിൽ നിന്നും അമുസ്ലിങ്ങളെ, ഇസ്ലാമിക മതവിശ്വാസികളല്ലാത്തവരെ മാത്രം അവർ തിരഞ്ഞെടുത്ത് കൊലപ്പെടുത്തിയത്. എന്നിട്ടും നമ്മുടെ ഇന്ത്യയുടെ ആ മഹത്തായ പാരമ്പര്യം, നമ്മളൊന്നാണ്, ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒന്നാണെന്നുള്ള നമ്മളിൽ ഉറച്ചിരിക്കുന്ന രൂഢമൂലമായ ആ വിശ്വാസവും ആ ഒരു ചിന്തയും കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വിഭജനം ഉണ്ടാക്കാൻ ഈ പാകിസ്ഥാൻ സൈന്യത്തിനോ കഴിഞ്ഞില്ല. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക വിശ്വാസികൾ ഈ തീവ്രവാദത്തെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കും എന്നാണ്, ഈ മതപരമായിട്ട് നമ്മളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ പാകിസ്ഥാനെ നമ്മൾ പാഠം പഠിപ്പിക്കും എന്നാണ് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനസമൂഹവും ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതിന് നല്ല പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ ഒരു MP ഉണ്ട്, ഒവൈസി, അസാദുദ്ദീൻ ഒവൈസി. അദ്ദേഹം കടുത്ത ഒരു ഇസ്ലാമികവാദിയാണ്. അദ്ദേഹം പോലും പാകിസ്ഥാൻ്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിക്കുകയും തള്ളിപ്പറയുകയുമാണ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം മതപരമായിട്ട് ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാരതത്തിലെ നല്ലൊരു ശതമാനം ഇസ്ലാമിക വിശ്വാസികളും ഭാരതത്തിനൊപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലായി കാണും, ലോകത്തിനും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മേന്മ. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഒരു സൂചനയാണ്, ഒരു സന്ദേശമാണ് പാകിസ്ഥാനും ലോകത്തിനാകെയും നമ്മൾ നൽകിയിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ടുള്ള ശക്തികൾ കുറേയേറെയുണ്ട്. അത് വളരെ ന്യൂനപക്ഷമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതും നമ്മുടെ ഈ കേരളമാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ ഈ കേരളത്തിലെ ഒരു ചാനൽ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ നടത്തുന്ന ചർച്ചകൾ, അതിനകത്തിൽ വരുന്ന വാർത്തകൾ എല്ലാം വളരെ വേദനാജനകമാണ്, ഭാരതവിരുദ്ധമാണ്. ഈ ഭാരതത്തിലെ ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും രണ്ട് തട്ടിലാക്കി നിർത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ് അവർ ആ ചാനൽ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് കൂടിയും നമ്മുടെ ഈ ഭാരതത്തിലെ ജനങ്ങൾക്കിടയ്ക്ക് അത്ര ഒരു ഭിന്നതയുണ്ടാക്കാൻ ആ ചാനലിന് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ SDPI പോലുള്ള പ്രസ്ഥാനങ്ങൾ, SDPI തികച്ചും ഭാരതവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമാണെന്ന് നമുക്കറിയാം. അവരുടെ പ്രവർത്തന രീതി തന്നെ അങ്ങനെയാണ്. അവരുടെ മാതൃസംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും അവർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു വ്യാജ ലേബലിൽ അവർ തീവ്രവാദവും ആണ് പ്രചരിപ്പിക്കുന്ന, ഇന്ത്യാവിരുദ്ധതയുമാണ് പ്രചരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും കൂടുതൽ ശക്തമായി അവരുടെ ആ ഒരു ചിന്താഗതി സമൂഹത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ അവരുടെ ആ ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അതിന് പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു സംഘടനയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്. തീർച്ചയായും മുസ്ലിം ലീഗ് എന്ന ഒരു സംഘടന നമ്മുടെ ഈ കേരളത്തിൽ ഇത്രമാത്രം ശക്തമല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ
നമ്മുടെ അവസ്ഥ ആയിരിക്കുമായിരുന്നില്ല. SDPI പോലുള്ള തീവ്രവാദ സംഘടനകൾ തീർച്ചയായിട്ടും മുസ്ലിം സമൂഹത്തിനുള്ളിൽ കയറിപ്പറ്റി നമുക്ക് നമ്മുടെ ഈ രാഷ്ട്രത്തിന് എതിരായി വളരെ ഭയാനകമായ രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്കെല്ലാം ബോധ്യമുള്ളതാണ്. അതിനാൽ തന്നെ മുസ്ലിം ലീഗ് എന്നുള്ള ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിനോട് നമ്മൾ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു, ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു. കാരണം അവർ ഭാരതത്തിനെതിരായിട്ട് ഒന്നും നിലപാടെടുക്കാത്തതിൽ തന്നെ, ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലെ പ്രധാന കക്ഷികളെല്ലാം, കോൺഗ്രസിനെ നമ്മൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കാര്യം അറിയാം, മുസ്ലിം ലീഗ് പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് ഈ മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എത്രമാത്രം നീചമാണ് കോൺഗ്രസിൻ്റെ മനസ്സെന്ന് നമ്മൾ മനസ്സിലാക്കാം. മുസ്ലിം ലീഗിൻ്റെ മനസ്സ് എത്രമാത്രം ഭാരതത്തിനൊപ്പമാണെന്നും നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയാണെങ്കിലും മുന്നോട്ട് നമ്മൾ പോകേണ്ടത് ഇത്തരം സങ്കുചിതമായ രാഷ്ട്രീയ ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുന്നിലുള്ള ആ ഉന്നത സ്ഥാനത്തിനും വേണ്ടത് എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിച്ച് പ്രവർത്തിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.